മഴത്തോരും മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പുതിയ വേലക്കാരി വന്ന് പാചകമൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് എല്ലാവരെയും വിളിക്കുന്നുണ്ട് വൈജ. അപ്പം ബബിതയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കൃഷ്ണയും അതേപോലെ നിൻ്റെ അച്ഛനെയും രോഹിത്തിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ കൃഷ്ണയെ വിളിക്കുന്നുണ്ട് ബബിത. അപ്പം കൃഷ്ണയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛനെയും രോഹിത്തിനെയും വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ പോയി ബാലചന്ദ്രനെ രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുന്നുണ്ട്. അതിനുശേഷം വൈജ തന്നെ എല്ലാം പാത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രൻ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ പുറകെ ചെന്ന് രോഹിത് പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ ബൈക്ക് ഒന്ന് പഴഞ്ചനായി, വേറെ ബൈക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട് എത്ര വർഷമായി? 3 വർഷമായി. ആ നോക്കാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആഹാരം കഴിക്കാൻ എല്ലാവരും വന്നിരുന്നു. ബാലചന്ദ്രനും ബബിതയും കൃഷ്ണയും രോഹിത്തും വന്നിരുന്നു. അപ്പോൾ വൈജിയും വന്നിരിക്കുകയാണ്. ഈ സമയത്ത് സരിതയാണെങ്കിൽ എല്ലാം വിളമ്പിയൊക്കെ കൊടുക്കുവാണ്. എല്ലാം എടുത്ത് വിളമ്പി കൊടുക്കുന്നത് കാണുമ്പോൾ വൈജി പറയാണ്, നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? നീ ആഹാരം കഴിക്കുന്നത് നോക്കിക്കേണ്ട ആവശ്യം എന്താ? നീയും വന്നിരുന്ന് കഴിച്ചോ, ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് കഴിച്ചോളം പറയാണ്. ഇത് കേൾക്കുമ്പോൾ സരിതയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ സരിതയും പെട്ടെന്ന് അവിടെ ചെയർ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ആഹാരം കഴിക്കാൻ. അപ്പം ഇതങ്ങോട്ട് ബാലചന്ദ്രനും അതുപോലെ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹിത്തിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം വൈജ മനഃപൂർവ്വം കാണിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. ഇതൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സരിതയാണെങ്കിൽ പാത്രം എടുത്ത് ഫുഡ് വിളമ്പാൻ നേരത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സരിതയെ ഫുഡ് എടുക്കാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സരിത ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പം വൈജ ഇങ്ങനെ സംശയത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പം കൃഷ്ണയ്ക്കും ബബിതയ്ക്കും രോഹിത്തിനും കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ ചെയ്തതൊന്നും ബാലചന്ദ്രനെ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. എന്താ സാറേ എന്ന് സരിത ചോദിക്കുകയാണ്. അല്ല സരിത ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ജോലിക്ക് നിന്നിട്ടുണ്ടോ ചോദിക്കുകയാണ്. ആ നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ എങ്ങനെ വീട്ടുകാരുടെ കൂടെ നിന്നാണോ ആഹാരം കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല സാറേ, എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ആഹാരം കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അല്ല ഇവിടെ വന്നപ്പം എന്താ ഒരു മാറ്റം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടല്ലേ അവൾ ഇരുന്നത്, അങ്ങനെ അവൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കീഴ്വഴക്കം അനുസരിച്ച് വേലക്കാരികൾ എല്ലാവരുടെയും കൂടിരുന്നാണല്ലോ ആഹാരം കഴിക്കുന്നത്, അതുകൊണ്ട് സരിത ഇരുന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്ന് വൈജ പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അലീനെ കൂടിരുത്തി ആഹാരം കഴിപ്പിച്ചു, അതേപോലെ സരിത ഇരുത്തുന്നതിന് എന്താ കുഴപ്പം എന്നാണ് വൈജ ഉദ്ദേശിച്ചതെന്ന് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്? അമ്മ ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ലേ, ഇതിനു മുമ്പ് ഇവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നല്ലോ അലീന, അവളെ എല്ലാവരും കൂടിരുന്നാണല്ലോ ആഹാരം കഴിക്കുന്നത്, പിന്നെ സരിത ഇരുന്നാൽ എന്താ? മുമ്പ് നിന്നവളും സരിതയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, രണ്ടുപേരും വീട്ടു ജോലിക്ക് വന്നതാണല്ലോ എന്ന് വൈജ പറയുന്നുണ്ട്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അലീന ചേച്ചി ഇവിടുത്തെ വീട്ടു ജോലിക്കാരിയാണെന്ന് ആരാ പറഞ്ഞത്? അത് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത് ഞങ്ങളുടെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ചേച്ചി വീട്ടുകാരിയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചേച്ചി ആഹാരം കഴിച്ചതെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പം ബബിത പറയാണ്, അമ്മ മനഃപൂർവ്വം ഓരോ പ്രശ്നം ഉണ്ടാക്കാനിരിക്കുക എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആഹാരം കഴിക്കാൻ ഇരിക്കണോ പോകണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സരിത പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങളൊന്നും വഴക്കിടണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് സരിത എണീച്ച് മാറുകയാണ്. അപ്പം വൈജയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം വൈജയാണെങ്കിൽ അലീനയും സരിതയും ഒരേപോലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ അത് പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനും ബബിതയും കൃഷ്ണയും രോഹിത്തും എല്ലാം ആഹാരം കഴിച്ചിട്ട് പോവുകയാണ്. അപ്പം വൈജയ്ക്കാണെങ്കിൽ വൈജ വിചാരിച്ച കാര്യം നടന്നതുമില്ല. അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. കുളത്തൂപ്പുഴയിൽ സ്റ്റാൻലി ആകെപ്പാടെ വിഷമമാണ്. അലീന എന്ത് കാര്യത്തിലും തന്നോടിങ്ങനെ എതിര് പറയുകയും എപ്പോഴും ഓർഫണേജിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് സ്റ്റാൻലിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ അവതക്കുട്ടിയുടെ അടുത്ത് പരാതി പോലെ പറയുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അവൾ പറയുന്നില്ല എന്താ തെറ്റ്, ഇത്രയും നാൾ അവിടെ അല്ലേ ജീവിച്ചത്, അതുകൊണ്ട് അവൾക്കൊരു സഹതാപവും ഒരു സ്നേഹവും ഒക്കെ ഉള്ള നല്ലതല്ലേ, ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടാൻ നിനക്ക് ഭാഗ്യമില്ലേ, നിൻ്റെ മകള് അത്രയും നല്ലൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ അവതക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചന് ഇപ്പം അവളോട് സ്നേഹം തോന്നാൻ കാരണമൊക്കെ എനിക്കറിയാം, ചിന്നമ്മ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അല്ല, ആ കൊച്ചു പറയുന്നതിൽ ന്യായമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവളുടെ സൈഡിൽ നിന്ന് പറഞ്ഞതെന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. അപ്പം നീ എന്തായാലും ആലോചിച്ച് ചെയ്യ്, അവൾ പറയുന്നതിൽ കാര്യമുണ്ട്, നമ്മളെപ്പോഴും നമ്മുടെ സൈഡിലെ തെറ്റെങ്കിൽ നമ്മളത് അംഗീകരിക്കണം എന്നൊക്കെ അവതക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് തോന്നുന്നുണ്ട്, അലീന പറയുന്നതിലൊരു ശരിയുണ്ട്, ഇത്രയും നാൾ ഓർഫണേജ് വളർന്നുകൊണ്ടാണ് അവരോട് ഇത്ര സ്നേഹവും അനുകമ്പയും. അപ്പോഴാണ് അലീന പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്, തന്നെ ഇവിടെ നിർത്തുന്നതിന് താല്പര്യമില്ലെങ്കിൽ എനിക്ക് പാലയിലേക്കുള്ള വണ്ടിക്കൂലി തന്നാൽ മതി, ഞാൻ പൊക്കോളാം, എനിക്കിവിടെ നിൽക്കണമെന്ന് ഇല്ല എന്നൊക്കെ അലീന പറഞ്ഞ കാര്യം അങ്ങനെ ഓർക്കുകയാണ്. അപ്പം സ്റ്റാൻലിക്ക് അലീനയെ കാണണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ മുറിയുടെ വാതിൽക്കൽ ചെല്ലുകയാണ്. അലീനയുടെ മുറിയുടെ വാതിൽക്കൽ ചെല്ലുകയാണ്. അലീനയാണെങ്കിൽ അവിടെ ഫോണിലാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ
മുറിയുടെ പുറത്ത് നിന്ന് ഇങ്ങനെ അകത്തേക്ക് നോക്കിയാണ് അലീന എന്ത് ചെയ്യുകയാണ്. അലീന നോക്കുവാണ്. ഈ സമയത്ത് അലീനയാണെങ്കിൽ കാണുന്നുണ്ട് സ്റ്റാൻലി പുറത്ത് വന്ന് നിൽക്കുന്നത്. അലീന പെട്ടെന്ന് ചാടി എണീച്ച് അങ്ങോട്ട് ചെല്ലിയാണ്. എന്നിട്ട് സ്റ്റാൻലി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, ഇവിടെ എന്തെടുക്കാമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയാണ്. ഞാനിവിടെ പാട്ട് കേൾക്കുകയാണ്, ഇടയ്ക്ക് ബുക്കും വായിക്കും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്ന് സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അത് ഞാൻ ഓർഫനേജിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല എന്ന് പറയാണ്. പിന്നെ ഞാനിവിടുന്ന് അലീനയെടുത്ത് പോകാൻ പറഞ്ഞിട്ടില്ല, അലീനയോട് പോകാൻ പറയത്തുമില്ല. അലീനെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചതാണെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ചെറിയ സന്തോഷമാവുന്നുണ്ട്. പിന്നെ അലീന പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അങ്ങ് പോകുന്നുണ്ട്. അലീന ഇങ്ങനെ നോക്കി നിൽക്കുക, സ്റ്റാൻലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് അലീനയോട് നല്ല സ്നേഹമുണ്ട്. പക്ഷേ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നും സ്റ്റാൻലിക്ക് കഴിയുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ കിച്ചണിൽ കയറി രോഹിത്തും ബബിതയും ഒക്കെ കിച്ചണിൽ ജോലി തുടങ്ങുന്നുണ്ട്. അപ്പോൾ കൂടെ കൃഷ്ണമോളും ഉണ്ട്. ഈ സമയത്ത് സൗണ്ടൊക്കെ കേട്ട് അങ്ങോട്ട് വൈജ വരികയാണ്. അപ്പോൾ വൈജ വരുമ്പോഴത്തേക്ക് രോഹിത്ത് ഓരോ ജോലിയിലും ബബിത പാത്രം കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് വൈജ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. സരിത വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് വന്നില്ല അമ്മേ എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. വൈജ ആണെങ്കിൽ ബബിതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തോടി കാണിക്കുന്നത്, അവൾ വന്നിട്ട് ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ നിനക്ക് നാണോ ഇല്ലേ ഈ അടുക്കളയിൽ വന്ന് ഇങ്ങനെ ജോലി ചെയ്യാൻ, നിനക്ക് നാണോ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനമ്മേ നാണിക്കുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നിന്നല്ലേ ചെയ്യുന്നത്, നമുക്ക് ആഹാരം കഴിക്കാനല്ലേ, അതിന് എന്തെങ്കിലും ചെയ്യുന്നതിന് എന്തിനാ നാണിക്കുന്നതെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട്, അതെ അത് തന്നെ, ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് എന്തിനാണ് നാണിക്കുന്നത്, പിന്നെ ഞങ്ങളുടെ കാര്യത്തിന് ആ ചേച്ചിയുടെ സൗകര്യം നോക്കി നിൽക്കാൻ പറ്റുമോ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. ഇതങ്ങോട്ട് വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടക്കത്തുള്ളൂ, ഇനി എപ്പോഴെങ്കിലും നിൻ്റെയൊക്കെ ചിലവിൽ ഞാൻ കഴിയേണ്ട വരുമ്പം നീ പറയുന്നതൊക്കെ കേൾക്കാം, അതുവരെ എൻ്റെ സൗകര്യത്തിന് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നോണം എന്ന് പറയാണ്. ബബിത പറയാണ്, അത് നടക്കുന്ന കാര്യമല്ല, അമ്മ പറയുന്ന കേട്ട് അമ്മയുടെ സൗകര്യത്തിന് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കൃഷ്ണ പറയുന്നുണ്ട്, അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച്. വൈജ പറയുന്നുണ്ട്, അതിന് വേണ്ടിയല്ലേ ഇവിടെ സരിത നിർത്തിയേക്കുന്നത്, സരിത വന്ന് ചെയ്തോളും, നിങ്ങളെന്തിന് ആവശ്യമില്ലാതെ അടുക്കളയിൽ കയറിയെന്ന് പറയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുക, എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നോണം എന്ന് പറയാണ്. ഉടനെ ബബിത പറയാണ്, അമ്മയുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് സൗകര്യത്തിനനുസരിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകാം, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം, അതൊക്കെ അമ്മയുടെ സൗകര്യം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കതൊന്നും കേൾക്കാനോ ഞങ്ങൾക്കതൊന്നും ചെയ്യാനോ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അങ്ങ് പോവുകയാണ്. അതങ്ങോട്ട് വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉത്തരം പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലിയാണ്. ബബിത പറയുന്നുണ്ട്, അമ്മയടുത്ത് ഒരു കാര്യവും മിണ്ടാൻ പറ്റത്തില്ല, അമ്മയടുത്ത് എന്ത് പറഞ്ഞാലും അമ്മ ഞങ്ങളെ ഇടക്ക് പറയാൻ മാത്രം ഇരിക്കുകയാണ്, നല്ലത് ചെയ്താലും അത് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ബബിത ദേഷിച്ചങ്ങ് പോവുകയാണ്. കൂടെ കൃഷ്ണയും പോകുന്നുണ്ട്, രോഹിത്തും അങ്ങ് പോകുന്നുണ്ട്. വൈജയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ബബിതയുടെ കയ്യിൽ നിന്ന് കൃഷ്ണയുടെ കയ്യിൽ വൈജയ്ക്ക് നല്ലത് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് കുളത്തൂപ്പുഴയിലാണെങ്കിൽ എല്ലാവരും ആഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലിയും ഔതക്കുട്ടിയും അതേപോലെ അലീനയും വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ സ്പൂണും ഫോർക്കൊക്കെ വെച്ച് ആഹാരം കഴിക്കുകയാണ്. ഔതക്കുട്ടിയാണെങ്കിൽ അതേപോലെ സ്പൂണും ഫോർക്കൊക്കെ വെച്ച് ഔതക്കുട്ടിയും കഴിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ആഹാരത്തിൻ്റെ മുന്നിൽ വന്നിരുന്ന് കഴിക്കാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാതെ കൈകൊണ്ട് ആഹാരം വാരി തിന്നു കഴിഞ്ഞാൽ സ്റ്റാൻലി വഴക്ക് പറയുന്നു അലീനയ്ക്കറിയാം. അങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നീ കഴിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അല്ല വല്യപ്പച്ച, എനിക്കിത് വെച്ച് കഴിക്കാൻ അത്ര വശമില്ല, അതുകൊണ്ടാണ്. അതിനെന്താ മോളെ, അത് വെച്ച് കഴിക്കണമെന്ന് ആരാ പറഞ്ഞത്, മോള് കൈ കൊണ്ട് കഴിക്ക്, എന്തായാലും വിശപ്പ് മാറിയാൽ പോരെ എന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സ്റ്റാൻലി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്റ്റാൻലി ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യം നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന സ്പൂണും ഫോർക്കും അങ്ങോട്ട് വെച്ചിട്ട് കൈ കൊണ്ട് സന്തോഷത്തോടെ ആഹാരം വാരി കഴിക്കുകയാണ്. ഈ സമയത്ത് ഇത് കണ്ട സ്റ്റാൻലി ആണെങ്കിൽ അലീന എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട അലീന ഞെട്ടി ഇങ്ങനെ സ്റ്റാൻലിയെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. പറഞ്ഞിട്ടില്ലേ ഇങ്ങനല്ല ഇവിടെ കഴിക്കേണ്ടത്, ഇവിടെ കഴിക്കുന്നതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ചൂടാവുകയാണ്. അലീന ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ പറയുന്നത്, നിനക്ക് വേണമെങ്കിൽ നീ ആ രീതി കഴിച്ചോ, അലീനയ്ക്ക് ആ കൊച്ചിന് ഇഷ്ടമുള്ള രീതി കഴിക്കട്ടെ എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് അലീന ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ആഹാരം മുന്നിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് അലീന ഇപ്പോൾ.